തമിഴ് സിനിമയിൽ കോമഡി വേഷങ്ങൾ അനായാസമായി കൈകാര്യം ചെയ്യുന്ന നടിയാണ് കോവൈ സരള. ഒരു പിടി നല്ല കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത കോവൈ സരള മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട്. നിറം, കേരള ഹൗസ്, ഉടൻ വിൽപ്പനയ്ക്ക് തുടങ്ങിയ ചിത്രങ്ങളിലും മലയാളത്തിൽ കോവൈ സരള വേഷമിട്ടു. മലയാളിയായ കോവൈ സരള തൃശ്ശൂർ മരുതാക്കരയാണ് ജനിച്ചത്. കേരളത്തിൽ വരുമ്പോൾ സ്ഥിരമായി ഗുരുവായൂരിൽ വന്ന് തൊഴുന്ന ആളുമാണ് കോവൈ സരള. കുട്ടിയായിരുന്നപ്പോൾ MGRനോട് വലിയ ആരാധനയുള്ള വ്യക്തിയായിരുന്നു കോവൈ സരള. MGR മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയത് വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് കോവൈ സരള മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ കോവൈ സരള MGRനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. തമിഴിൽ അക്കാലത്ത് MGRനും ശിവാജിക്കുമൊക്കെ വലിയ ആരാധനാ കൂട്ടം തന്നെ ഉള്ള സമയമാണ്. താനന്ന് വലിയ MGR ഫാനായിരുന്നു. MGRനെ വലിയ ഇഷ്ടമായിരുന്നു. ഒരു 5ാം ക്ലാസ്സൊക്കെ തൊട്ട് അദ്ദേഹത്തിൻ്റെ ആരാധികയാണ്. ആ സമയത്താണ് MGR പുതിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ തുടങ്ങുന്നത്. കോയമ്പത്തൂരിലെ അലങ്കാർ ഹോട്ടലിൽ അന്ന് പുള്ളി വരും. അന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് റെഡിയായി 7 മണിയൊക്കെ കഴിയുമ്പോൾ സ്കൂൾ യൂണിഫോം ഇട്ട് ഹോട്ടലിൻ്റെ മുന്നിൽ പോയി നിൽക്കും. അദ്ദേഹം പോകുമ്പോൾ എന്നും ടാറ്റ കാണിച്ചു പോകും. അദ്ദേഹം പോയി കഴിഞ്ഞ് സ്കൂളിലും പോകുമെന്ന് കോവൈ സരള ഓർത്തെടുക്കുന്നു. ഒരു സമയത്ത് MGR 10 ദിവസം അടുപ്പിച്ചോ മറ്റോ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എന്നെ കണ്ടിട്ട് അദ്ദേഹം ഈ കുട്ടി ആരാണെന്ന് അന്വേഷിച്ച് ഒരു ദിവസം എന്നെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ ശരിക്കും പേടിച്ചുപോയി. എന്താണ് പേരെന്ന് ചോദിച്ചു. സരളകുമാരി എന്നാണെന്ന് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. എവിടെയാ പഠിക്കുന്നത്? സ്കൂളിൽ പോയില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. ഇല്ല, നിങ്ങളെ നോക്കാൻ വേണ്ടി വന്നതാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സ്കൂളിൻ്റെ അഡ്രസ്സൊക്കെ വാങ്ങി. ഞാൻ ആകെ പേടിച്ചുപോയി. അദ്ദേഹം പോയി വല്ല പരാതിയും പറയുമോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ അടുത്ത വർഷം മുതൽ അദ്ദേഹം എനിക്ക് പഠിക്കാൻ ഫീസ് അയക്കുകയാണ് ചെയ്തത്. ഇത് വലിയ ഷോക്കായിരുന്നു. MGR പഠിപ്പിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞ് സ്കൂളിൽ അപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഫേമസ് ആയി. അങ്ങനെ ഒരു 10ാം ക്ലാസ് വരെ അദ്ദേഹം എനിക്ക് പഠിക്കാനുള്ള പൈസ അയച്ചു തരുന്നുണ്ടായിരുന്നു, കോവൈ സരള പറഞ്ഞു. അന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നീ ആദ്യം പഠിക്കേ, എന്നിട്ട് നിന്നെ ഞാൻ സിനിമയിൽ കൊണ്ടുവരാം എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും കോവൈ സരള പറയുന്നു. നടൻ ഭാഗ്യരാജ് സാർ ഞങ്ങളുടെ വീടിനടുത്തായിരുന്നു. ഫാമിലി ഫ്രണ്ടുമായിരുന്നു. തനിക്ക് അഭിനയത്തിലൊക്കെ താല്പര്യമുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നും കോവൈ സരള പറയുന്നു. ഒരിക്കൽ അച്ഛന് വയ്യാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം വീട്ടിൽ കാണാൻ വന്നു. അന്ന് എന്നോട് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. അന്ന് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ ചെയ്തു നിൽക്കുന്ന സമയമാണ്. ഒരു സിനിമയിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. അതാണ് അഭിനയത്തിന് തുടക്കം. നിങ്ങളല്ലേ എന്നെ ഹീറോയിനാക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നത് എന്ന് അന്ന് ഞാൻ അപ്പോൾ തിരിച്ചു ചോദിച്ചു. അങ്ങനെ ഒരു സിനിമയിൽ വേഷം തന്നു. അതിൽ ഉർവശി ഉണ്ടായിരുന്നു. അവരായിരുന്നു നായിക. അന്ന് പക്ഷേ ഞങ്ങൾക്ക് തമ്മിൽ പരിചയമില്ല എന്നും കോവൈ സരള ഓർത്തെടുക്കുന്നു.